ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയുവാൻ പട്ടാണിക്കാട് മുതൽ ചേപ്പിലക്കോട് വരെയുള്ള ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾക്ക് ഞായറാഴ്ച തുടക്കമായി. വടക്കാഞ്ചേരി എംഎൽഎ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ അധികൃതർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് അകമല പട്ടാണിക്കാട് ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചത്. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 5 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. കാട്ടിലെ ഗേറ്റ് ഭാഗത്ത് നിന്നും ആരംഭിച്ച് ചേപ്പിലക്കോട് വരെയുള്ള ഭാഗം അടിയന്തരമായി ആനകൾ ഇറങ്ങുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് സ്ഥലം സന്ദർശിച്ച വടക്കാഞ്ചേരി എംഎൽഎ സേവ്യർ ചിറ്റലപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടാണിക്കാട് മുതൽ ചേപ്പലക്കോട് വരെ ഉള്ള ദൂരം സോളാർ ഫെൻസിംഗ് ഇടുന്ന നടപടികൾ തുടക്കം കുറിക്കുകയാണ്. ഈ 5 കിലോമീറ്റർ ദൂരം 18 ലക്ഷം രൂപയാണ് ഈ സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ഇപ്പോൾ എസ്റ്റിമേറ്റും അതിൻ്റെ ഭാഗമായി ടെൻഡർ ചെയ്ത് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. കാട്ടിലെ ഗേറ്റ് ഭാഗത്തുനിന്ന് ആരംഭിച്ച് ചേപ്പലക്കോട് വരെയുള്ള ഭാഗം അടിയന്തരമായി ആനകൾ ഇറങ്ങുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ ടെൻഡർ ചെയ്ത് അതിൻ്റെ പ്രവൃത്തി ഇന്ന് ആരംഭിക്കുകയാണ്. RKVY പദ്ധതിയിലാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. നമുക്കറിയാം, മറ്റ് കാട്ടുമൃഗങ്ങൾ, ക്ഷുദ്രജീവികൾ കൃഷി നശിപ്പിക്കുന്നത് കൂടി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആന ഇറങ്ങുന്ന വാടാനിയിലെ നമ്മുടെ കാക്കിനിക്കാട് ഉന്നതിയുടെ മേഖലയിലുള്ള ഇപ്പോൾ പ്രവർത്തിക്കാത്ത സോളാർ ഫെൻസിങ്ങിൻ്റെ കൂടി റിപ്പയർ അടിയന്തരമായി ഇതിൻ്റെ ഭാഗമായി നിർവഹിക്കും എന്നാണ് പറയാനുള്ളത്. ഒപ്പം തന്നെ കുറ്റിക്കാട് മുതൽ മേലില്ലം വരെയുള്ള സോളാർ ഫെൻസിങ്ങിന് വേണ്ടിയുള്ള ഏകദേശം 34 ലക്ഷം രൂപ 10 കിലോമീറ്റർ ദൂരമാണ്. അത് പ്രത്യേകമായി RKVY പദ്ധതിയിൽ നിന്ന് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ അതും തുടങ്ങാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ആന ഇറങ്ങുന്നത് തടസ്സപ്പെടുത്താൻ ഹാങ്ങിങ് ഫെൻസിങ് കൂടി വേണം എന്നുള്ള ആവശ്യം നിലനിൽക്കെ തന്നെയാണ് എല്ലാ മൃഗങ്ങളും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഈ പദ്ധതി നാം ഇപ്പോൾ ആരംഭിക്കുന്നത്. റെയിൽവേയിലേക്ക് ആന ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി റെയിൽവേയുടെയും നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും നിയമസഭയിൽ സബ്മിഷന് ശേഷം അതിവേഗത്തിൽ ഈ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി നടക്കുന്നത്. ആനകൾ ഇറങ്ങുന്ന കാക്കിനിക്കാട് ഉന്നതിയിൽ പ്രവർത്തനരഹിതമായ സോളാർ ഫെൻസിംഗിന്റെ റിപ്പയറും കൂടി അടിയന്തരമായി നിർവഹിക്കുമെന്നും MLA വ്യക്തമാക്കി. കുറ്റിക്കാട് മുതൽ മേലില്ലം വരെയുള്ള 10 കിലോമീറ്റർ ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് 34 ലക്ഷം രൂപ പ്രത്യേകമായി RKVY പദ്ധതിയിൽ നിന്ന് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് തന്നെ അതും തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയും MLA പങ്കുവച്ചു. കാട്ടാനകൾ ഇറങ്ങുന്നത് തടയുവാൻ ഹാങ്ങിങ് ഫെൻസിംഗ് കൂടി വേണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിക്കുന്നത്. റെയിൽവേയിലേക്ക് ആന ഇറങ്ങാതിരിക്കുവാൻ റെയിൽവേയോടും നടപടി ഉണ്ടാകണമെന്ന് നിയമസഭയ്ക്കകത്ത് സബ്മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നിയമസഭയിലെ സബ്മിഷന് ശേഷം അതിവേഗമാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിവേഗം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും MLA വ്യക്തമാക്കി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R ആനന്ദ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിനോദ്, കൗൺസിലർ KU പ്രദീപ്, പൊതുപ്രവർത്തകൻ MJ ബിനോയ്, കർഷകരായ KP മദനൻ, ബാബു പൂക്കുന്നത്ത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വാച്ചർമാർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. VCV ന്യൂസ്, അകമല. You are watching VCV News.